കണ്ണവം സ്കൂൾ ദുരന്തം നടന്നിട്ട് 55 വർഷം പിന്നിടുമ്പോഴും ദുരന്തത്തിന്റെ നടുക്കുന്ന ഓർമ്മകൾ മായാത്ത ചിലരുണ്ടിപ്പോഴും. 1969 ജൂലൈ 22-നുണ്ടായ കനത്ത കാറ്റിലും മഴയിലും സ്കൂൾ കെട്ടിടം തകർന്നു വീണ് 14 വിദ്യാർത്ഥികളാണ് മരിച്ചത്. കർക്കിടകത്തിലെ പെരുമഴ തകർത്ത് പെയ്യുന്നുണ്ടായിരുന്നു അന്നും. പതിവ് തെറ്റിച്ചൊരു ചുഴലിക്കാറ്റ് ആ വഴി വീശുമെന്നും ആ മഴ പെയ്ത് കണ്ണീരായി മാറുമെന്നും ആരും പ്രതീക്ഷിച്ചില്ല. പക്ഷേ പ്രകൃതി കലിതുള്ളിയാൽ പിന്നെ ആര് തടുക്കാൻ? എന്നും ഞെട്ടലോടെ മാത്രം ഒരു നാടോർക്കുന്ന കണ്ണവം സ്കൂൾ ദുരന്തം നടന്നിട്ട് ഇന്നലെ 55 വർഷങ്ങൾ പൂർത്തിയായി. 1969 ജൂലൈ 22-ന് കണ്ണവം UP സ്കൂൾ കെട്ടിടം ചുഴലിക്കാറ്റിൽ തകർന്നു വീണ് 14 കുരുന്നു ജീവനുകളാണ് പൊലിഞ്ഞത്. പഴയ ഓലഷെഡിൽ നിന്നും ഓടുപാകിയ പുതിയ ക്ലാസ് മുറിയിലേക്ക് മാറിയതിന്റെ സന്തോഷത്തിലായിരുന്നു 160ഓളം കുട്ടികൾ. മനുഷ്യനാദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ വാർത്ത പത്രത്തിൽ വായിച്ചതിന്റെ ആഹ്ലാദവും കൗതുകവുമായാണ് അന്നവർ ക്ലാസ്സിലേക്ക് എത്തിയത്. എന്നാൽ ചുഴലിക്കാറ്റ് നിമിഷ നേരം കൊണ്ട് എല്ലാ സന്തോഷങ്ങളും തല്ലിക്കെടുത്തി. മഴ ശക്തമായതോടെ 3 മണിക്ക് സ്കൂൾ വിടാനുള്ള ബെല്ലടിക്കാൻ പ്രധാന അധ്യാപകൻ നിർദ്ദേശം നൽകി. എന്നാൽ ബെല്ലടിക്കുന്നതിന് മുൻപ് തന്നെ സ്കൂൾ കെട്ടിടം തകർന്നു വീഴുകയായിരുന്നുവെന്ന് രാഘവൻ ഓർക്കുന്നു. ഒരു കുട്ടീനെ പോയി പിടിച്ച് വലിക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലെല്ലാം കുടുങ്ങിയിട്ട് പോരുന്നില്ല. എൻ്റെ ചക്കരി തേച്ച് ഉപയോഗിച്ചിട്ട് ഉടനെ ഞാൻ കണ്ണോത്തേക്കോടി. ബാക്കി ആൾ ടീച്ചേഴ്സ് എല്ലാം ഇതിൻ്റെ ഉള്ളിൽ എവിടെയും പുറത്തില്ല, ഞാനേ പുറത്തുള്ളൂ. HM എന്നെ നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇങ്ങനെ പോലും അത് ഞാൻ കണ്ടിട്ടില്ല. കണ്ണോത്ത് ടൗണിലെത്തിയിട്ട് പാഞ്ഞമ്പേരിനപ്പോൾ സ്കൂളിൽ വീണെന്ന് വൈരം വിളിച്ച് പറഞ്ഞപ്പോൾ എൻ്റെ ഒന്നായിട്ട് തന്നെ മഴയും കൊണ്ടിട്ട് ആൾക്കാർ ഓടി വന്ന് രക്ഷാപ്രവർത്തനത്തിന്. പുതുതായി നിർമ്മിച്ച 4 ക്ലാസ് മുറികളടങ്ങിയ കെട്ടിടം പൂർണ്ണമായും നിലംപൊത്തി. കുട്ടികളുടെ മേൽ ചെങ്കല്ലും മൺതിട്ടയും മരത്തടികളും ഓടുമടങ്ങിയ കൂമ്പാരം പതിച്ചു. അക്കാലത്ത് കണ്ണവം ഉൾപ്പെടുന്ന വനമേഖലയിലെ ഏക വിദ്യാലയമായിരുന്നു കണ്ണവം UP സ്കൂൾ. ആദിവാസി വിഭാഗത്തിൽ നിന്നുൾപ്പെടെയുള്ള കുട്ടികളുടെ പ്രധാന പഠന കേന്ദ്രവും ഈ സ്കൂളായിരുന്നു. എല്ലാ വർഷവും ദുരന്ത ദിനത്തിൽ 14 വിദ്യാർത്ഥികളെയും അനുസ്മരിച്ച് വിവിധ പരിപാടികൾ ഇന്നും സ്കൂളിൽ സംഘടിപ്പിക്കാറുണ്ട്. ന്യൂസ് മലയാളം, കണ്ണൂർ.